Hi all, today we will discuss about mobile payment models. Okay. അപ്പം മൊബൈൽ പേയ്മെൻറ്റ് മോഡൽസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഇ ക്യാഷ്, അതായത് ഇലക്ട്രോണിക് ക്യാഷ്. ഓക്കെ. ഇറ്റ് വാസ് കൺസീവ്ഡ് ബൈ ഡേവിഡ് ചോം as an anonymous cryptographic electronic money or electronic cash system in 1983. Okay. അപ്പോൾ ഈ ക്യാഷ് ഡേവിഡ് ചോം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് 1983 കണ്ടുപിടിക്കുന്നത്. ഓക്കെ. It was realized through his corporation DigiCash and used as micro payment system at one US bank from 1995 to 1998. Okay. eCash software on the users local. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇ ക്യാഷ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ് എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ നമ്മളുടെ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഗൂഗിൾ പേ ആപ്പ് നമ്മളുടെ അല്ലെങ്കിൽ ഫോൺ പേ ആ ആപ്പ് നമ്മളുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ ക്യാഷ് സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസേഴ്സിൻ്റെ ലോക്കൽ കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ. സോഫ്റ്റ് സ്റ്റോർ ചെയ്യല്ല ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും. ആ സോഫ്റ്റ്വെയർ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ദെൻ എന്താണ് നമ്മൾ അത് ബാങ്കിന് ഇപ്പം നമുക്ക് ഇത്ര ക്യാഷ് വേണം. ഇപ്പം നമുക്ക് 100 ആ ഒരു ക്യാഷ് വേണം. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാഷ് ബാങ്കിലേക്ക് റിക്വസ്റ്റ് ചെയ്യും. ദെൻ നമ്മളുടെ വാളറ്റിൽ വന്നിട്ട് ഈ ക്യാഷ് സേവായി കിടക്കും. ഓക്കെ. അതായത് നമ്മളുടെ ഹാർഡ് ഡിസ്കിലാണ് ഇത് സേവായി കിടക്കുക. ഓക്കെ. അപ്പോൾ ഡിജിറ്റൽ ക്യാഷാണ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റെപ്രസെൻ്റ് ചെയ്യുക സ്ട്രിങ് ആയിട്ടാണ്. ഓക്കെ. ക്യാഷ് വന്ന് കിടക്കുക നമ്മളെ ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്ത് കിടക്കുക സ്ട്രിങ് ആയിട്ടാണ്. ഓക്കെ. പിന്നെ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു വാളറ്റിൽ നിന്ന് എടുത്തിട്ട്, അതായത് നമ്മളുടെ ഈ ഒരു മണി സ്ട്രിങ്, ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മണി അവർക്ക് പേ ചെയ്ത് കൊടുക്കും. ഓക്കെ. അങ്ങനെയാണ് ഇ ക്യാഷ് ചെയ്യുന്നത്. ഓക്കെ. മനസ്സിലായല്ലോ? eCash software on users' local computer stored money in a digital format, cryptographically signed by a bank. The user could spend the digital money at any shop accepting eCash. Okay. അപ്പോൾ അവരും ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ നമ്മളെടുത്തുള്ള സോഫ്റ്റ്വെയർ ഏതാണോ ക്യാഷിൻ്റെ അത് തന്നെ അവരുടെ അടുത്തും ഉണ്ടായിരിക്കണം. അപ്പം നമ്മളുടെ ഗൂഗിൾ പേ GPay നമ്മൾ ഫോണിലുണ്ട്, അവരുടെ അടുത്തും ഇതാണ് GPay വേണം. അതുപോലെ തന്നെ. ഓക്കെ. The user could spend the digital money at any shop accepting eCash without having to open an account with the vendor first or transmitting credit card numbers. Okay. അപ്പോൾ ഒരു വെൻഡറായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി വാസ് എൻഷ്യൂർഡ് ബൈ പബ്ലിക് കീ ഡിജിറ്റൽ സിഗ്നേച്ചർ സ്കീം. ഓക്കെ. ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങൾ പഠിച്ചതാണ്, ഡിജിറ്റൽ സിഗ്നേച്ചർ ഒക്കെ എന്താണെന്നുള്ളത്. ഓക്കെ. RSA ബ്ലൈൻഡ് സിഗ്നേച്ചേഴ്സ് അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ് ബ്ലൈൻഡ് സിഗ്നേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വെർ മെസ്സേജ് കണ്ടൻറ്റ് ഈസ് ഇൻവിസിബിൾ ബിഫോർ സൈനിങ്. ഇപ്പോൾ യൂസർ സൈൻ ചെയ്യുന്നത് വരെ ഈ ഒരു മെസ്സേജ് കണ്ടൻറ്റ് എന്താണെന്നുള്ളത് കാണാൻ പറ്റില്ല. റിസൾട്ടിങ് നോ യൂസർ ബീങ് ഏബിൾ ടു ലിങ്ക് വിത്ഡ്രോവൽ ആൻഡ് സ്പെൻഡ് ട്രാൻസാക്ഷൻ. ഓക്കെ. അപ്പോൾ യൂസറിന് ലിങ്ക് ചെയ്യാൻ വിത്ഡ്രോ ചെയ്യാനോ ഒന്നും പറ്റില്ല. ദി മണി യൂസ്ഡ് ഇൻ ദി സിസ്റ്റം വാസ് കോൾഡ് സൈബർ ബക്സ്. ഓക്കെ. അപ്പം ഇതിൽ യൂസ് ചെയ്യുന്ന മണീനെ, ഈ ക്യാഷിൽ യൂസ് ചെയ്യുന്ന മണീനെ നമ്മൾ എന്താ പറയുന്നത്? സൈബർ ബക്സ് ആണ്. മണി യൂസ്ഡ് ഇൻ ദി സിസ്റ്റം വാസ് കോൾഡ് വാട്ട്? സൈബർ ബക്സ്. Depending on the payment transaction, one distinguishes between online and offline electronic cash if the payee has to contact a third party. Okay. Example, bank for the credit card company acting as acquirer before accepting a payment. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണോ, ഇപ്പം നമ്മളൊരു ഷോപ്പിലേക്കാണ് ഇത് പേ ചെയ്യുന്നതെങ്കിൽ ഈ ഷോപ്പുകാർ എന്ത് ചെയ്യണം? തേർഡ് പാർട്ടി, അതായത് ബാങ്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനീനെ എന്ത് ചെയ്യണം? കോണ്ടാക്റ്റ് ചെയ്യണം ബിഫോർ ആക്സെപ്റ്റിംഗ് എ പേയ്മെൻറ്റ്. ദി സിസ്റ്റം ഈസ് കോൾഡ് ആൻ ഓൺലൈൻ സിസ്റ്റം. In 1990, Chom together with Moninor proposed the first offline eCash system. Okay, which was also based on blind signature. ഈ ഓഫ്ലൈൻ eCash സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാർഡ് യൂസ് ചെയ്തിട്ടുള്ള. ഓക്കെ.
The offline form eCash involved a digitally encoded card that replaced paper money. Mondex developed and tested this model with different banks, but the company has now transitioned into development and management of smart cards also used for financial transaction. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്മാർട്ട് കാർഡ്സ് ആണ്. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ എന്താണ് ഇ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളുടെ ഗൂഗിൾ പേ ഒക്കെ പോലെ ഇ ക്യാഷ് സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അത് നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഏത് ഷോപ്പാണോ നമ്മൾ ആ ഒരു വെൻഡറിനും എന്താണ് ഇതേ പിന്നെ സോഫ്റ്റ്വെയർ അവരുടെ സിസ്റ്റത്തിലും അവൈലബിൾ ആയിരിക്കണം. ഈ ഇ ക്യാഷ് എന്ന് പറയുന്നത് നമ്മളുടെ ഹാർഡ് ഡിസ്കിലാണ്. അതായത് നമ്മൾ ബാങ്കിനോട് റിക്വസ്റ്റ് ചെയ്യണം നമുക്ക് ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൈസയും നമ്മളുടെ എന്താണ് വാളറ്റിൽ വന്ന് നമ്മളെ ഹാർഡ് ഡിസ്കിൽ വന്നിട്ട് സേവായിട്ട് കിടക്കും. ഓക്കെ, അപ്പം അതൊരു എന്താണ് സ്ട്രിങ് ഫോർമാറ്റാണ്. ഓക്കെ, ആയിരിക്കുക, ഡിജിറ്റൽ ക്യാഷാണ്. അതിന് എന്താണ് നമ്മൾ സൈബർ ബഗ്സ് എന്നാണ് പറയുക. ഇത് നമ്മൾ ആർക്കാണോ പേ ചെയ്യേണ്ടത് അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറയും, ക്രെഡിറ്റ് കാർഡ് നമ്പറോ ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമ്മളുടെ വാളറ്റിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റും. ഓക്കെ, how eCash work. An eCash user will download the electronic money from their bank account and store this on their hard drive. No physical coins are involved in the actual system, of course, but the message includes strings of digits and each string corresponds to a different digital coin. Each coin has denomination or value, so that purpose of digital coin is managed automatically by users eCash software. Okay, eCash സോഫ്റ്റ്വെയർ അത് ഓട്ടോമാറ്റിക്കലി മാനേജ് ചെയ്യും. ഓരോ സ്ട്രിങ്ങും ഓരോ കോയിൻസിനെയായിരിക്കും ഡിജിറ്റൽ കോയിൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. When they are ready to use the electronic cash to pay an internet merchant or shareware provider, the same software is then used to take the amount from their eCash wallet and add it to the merchant wallet. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്യുന്നത് അതേ സോഫ്റ്റ്വെയർ തന്നെയായിരിക്കണം ഈ മെർച്ചൻറ്റിൻ്റെ അടുത്ത്. ഓക്കെ, അല്ലെങ്കിൽ വേണ്ടത്. ഓക്കെ, അത് നമ്മളെ വാളറ്റിൽ നിന്ന് എന്ത് ചെയ്യും, മെർച്ചൻ്റെ വാളറ്റിലേക്ക് transfer ചെയ്യും. The eCash goes through eCash bank so that the transaction can be verified. The merchant or shareware provider can then choose to pay their expenses with this eCash, upload it to a traditional bank account for use later. ഓക്കെ, ഇതെന്താണ് അവർ എന്ത് ചെയ്യും, അവരുടെ ബാങ്കിൽ, അതാ ഞാൻ പറഞ്ഞ ഒരു അവരുടെ തേർഡ് പാർട്ടി അതായത് ബാങ്കോ ക്രെഡിറ്റ് കാർഡ് ആയിട്ട് അവർ കോണ്ടാക്ട് ചെയ്യുന്നു. അതായത് ഇത് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. Okay, then transaction do not incur a fee except for small amount charged by the eCash company. Okay, eCash ഒരു കമ്പനി ഒരു സ്മോൾ ചാർജ് ഇതിന് കൊടുക്കുന്നുണ്ട്, അല്ലാതെ ബാക്കിയെല്ലാം ഫ്രീ ആണ്. ദിസ് മേക്സ് ഇറ്റ് ഐഡിയൽ ഫോർ സ്മോളർ ഓൺലൈൻ ട്രാൻസാക്ഷൻ ദാൻ എനി അതർ പേയ്മെൻറ്റ് മെത്തേഡ്സ്. ഓക്കെ, ദെൻ എംപേ വാളറ്റ്. അതായത് എംപേ വാളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവൈലബിൾ ടു ഓൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ എന്താണ് ഫിനാൻഷ്യൽ എന്തായിരുന്നു ഈ മുത്തൂറ്റിൻ അല്ല മ്യൂച്വൽ ഫണ്ട്സൊക്കെ ചെയ്യുന്നില്ലേ, അങ്ങനത്തെ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കസ്റ്റമേഴ്സ് എന്ന് പറയുക. QIB ആർ മോസ്റ്റ്ലി റെപ്രസെൻറ്റേറ്റീവ് ഫോർ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ഹു ഇൻവെസ്റ്റ് ത്രൂ മ്യൂച്വൽ ഫണ്ട്സ്. ഓക്കെ, അല്ലെങ്കിൽ ULIP സ്കീംസ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് പെൻഷൻ സ്കീംസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ QIB ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ എന്ന് പറയുന്നത്. MP Digital Wallet provides a cashless and cardless payment gateway within Qatar. ഖത്തർ മാത്രമല്ല, ഇവിടെ ഒരു ഖത്തറിന് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, തായിലൊക്കെ ഇതുണ്ട്. ഓക്കെ, QIB കസ്റ്റമർ ക്യാൻ ആക്റ്റീവ് ദെയർ MP ഡിജിറ്റൽ വാളറ്റ് ത്രൂ. അപ്പോൾ അവർക്ക് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടായി, QIB മൊബൈൽ ആപ്പ് ഉണ്ടായിരിക്കും. അതുവഴിയാണ് അവർ ഈ ഒരു സംഭവം ആക്റ്റീവ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് വിൽ ബി ലിങ്ക് ടു ദി മൊബൈൽ നമ്പർ. ഓക്കെ, അപ്പോൾ അവരുടെ QIB ആപ്പ് ഉണ്ടായിരിക്കും.
അതിനായിട്ട് എന്താണ് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കും. ആ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് അവർ ഈ എംപേ ഡിജിറ്റൽ വാളറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. വൺസ് ആക്ടിവേറ്റഡ് കസ്റ്റമേഴ്സ് ക്യാൻ ഈസിലി ലോഡ് മണി ഓൺ ദെയർ എംപേ വാളറ്റ് യൂസിങ് ദെയർ QIB അക്കൗണ്ട്സ്. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്താ ഇൻഷുറൻസ് അതിനൊക്കെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ അക്കൗണ്ട് വഴിയാണ് ഈ മണി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫോൺ നമ്പറുമായിട്ട് അപ്പോൾ അവരുടെ അടുത്ത് എന്താണ് QIB കസ്റ്റമേഴ്സിന് അവർക്ക് QIB അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ QIB ആപ്പ് ഉണ്ടായിരിക്കും. ഇതെന്താണ് മൊബൈൽ നമ്പർ വെച്ചിട്ട് കണക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അവർ ഈ എംപേ വാളറ്റ് അപ്പോൾ ഈ ഒരു QIB അക്കൗണ്ട് ത്രൂ ആണ് എന്താണ് ഈ എംപേ വാളറ്റിലേക്ക് മണി ആഡ് ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും ഒക്കെ. With a loaded എംപേ digital wallet, customer can make instant transfer to other wallets with a QIB, okay, or the wallets of customer at other banks that are registered and എംപേ. ഓക്കെ, എംപേയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സുമായിട്ട് അവർക്ക് ട്രാൻസാക്ഷനൊക്കെ നടത്താൻ പറ്റും. By simply entering the beneficiary mobile number from their phone contact list. Similarly, QIB customers can receive funds on their എംപേ wallet from any other എംപേ wallet. Okay, വേറെ ഏത് എംപേ wallet ഒന്നും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. Customers can also choose to move their cash from their എംപേ wallet back to their QIB accounts at any time easily through QIB mobile app. ഓക്കെ, അതുപോലെ തന്നെ എംപേ വാളറ്റിൽ നിന്ന് ഈ QIB മൊബൈൽ ആപ്പ് വഴി അവർക്ക് QIB അക്കൗണ്ട്സിലേക്ക് എന്താണ് മണി ബാക്ക് പേ ചെയ്യാനും പറ്റും. The എംപേ digital wallet payment solution provides customers with a range of benefits and features such as the ability to make payments easily through a secured channel, cashless and cardless transaction, receiving transaction details, statement inquiries and SMS notification for any transactions made. ഓക്കെ, എല്ലാ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും അതിൻ്റെ ക്വയറീസും അതുപോലെ തന്നെ SMS എല്ലാം അവൈലബിൾ ആണ്. Soon എംപേ digital wallet solution will offer enhanced service such as paying merchant or bills and withdrawing cash from ATMs all directly through the wallet. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് EMPS. EMPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എക്സ്പോർട്ടർ ഇമ്പോർട്ടറും അവർക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക ഇമ്പോർട്ട് ചെയ്യുക അപ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ EMPS എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കും. DGFT, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. അവരൊക്കെ ആയിട്ട് ഇത് രജിസ്റ്റേർഡ് ആയിരിക്കും. അപ്പം അവർ തമ്മിലുള്ളൊരു മണി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു EMPS സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഈസ് ഡിസൈൻ ടു എനേബിൾ ആൻ എക്സ്പോർട്ടർ ഓർ ഇമ്പോർട്ടർ ടു യൂസ് ഓൺലൈൻ പേയ്മെൻറ്റ് ഫെസിലിറ്റി ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ഫോർ മിസലേനിയസ് പർപ്പസ് എക്സ്ക്ലൂഡിംഗ് fee for application where an online payment facility coupled with the online application facility is already available. Exporter or importer will generate an e-com reference number and can make the single or multiple അവരൊരു e-com reference number ജനറേറ്റ് ചെയ്യും. ആ ഒരു നമ്പർ വഴി അവർക്ക് സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് നടത്താൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് നടത്താൻ പറ്റും. അവർ ഈ ഒരു ഡയറക്റ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് റീജിയണൽ അതോറിറ്റീസ് ഓഫീസിൽ അവർക്ക് ഇത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഓക്കെ, ആപ്ലിക്കൻറ്റ് ക്യാൻ വെരിഫൈ ആൻഡ് അൺസക്സസ്ഫുൾ പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കൻറ്റിന് വെരിഫൈ പേയ്മെൻറ്റ് അൺസക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് എന്താണ് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഡയറക്റ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് റീജിയണൽ അതോറിറ്റീസിൽ ഇതിൻ്റെ അവർ നടത്തിയ എല്ലാ ട്രാൻസാക്ഷൻ്റെയും എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസീപ്റ്റ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ഇവർക്കും അതുപോലെ തന്നെ DGFTക്കും ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, on submission DGFT official will authenticate the payment details using e-com reference number and mark it as used. Okay, in case of multiple payments on single e-com reference number, DGFT official needs to select all payments one by one and mark them used.
A unique DGFT reference number will be generated for each payment detail which can be used by concerned DGFT office for reference purpose. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പാൻ ഡീറ്റെയിൽസ്, അതായത് പാൻ നമ്പർ, ആപ്ലിക്കേഷൻ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പേഴ്സണൽ കമ്പ്യൂട്ടർ വിത്ത് വെബ് ബ്രൗസർ ഐ 11.0 ഓർ ഹയർ വേർഷൻ വേണം. ഇൻ്റർനെറ്റ് ആക്ടിവിറ്റി വേണം, കണക്ടിവിറ്റി, ഗുഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വേണം. ജാവാസ്ക്രിപ്റ്റ്, നമ്മൾ ഇതിൽ ജാവാസ്ക്രിപ്റ്റ് എനേബിൾ ആയിരിക്കും വേണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് PBox. PBox എന്ന് പറയുന്നത് എന്താണ്? is a mobile payment collection platform secured in bank standard. We enable financial institution and non-FIs to introduce a branded mobile payment collections and wallet service. The PayBox platform works with users of all banks and includes group payment and person-to-person payment technology. Mobile wallet with a personal balance account, features for small and medium business, option to integrate with the bank, credit debit card, business intelligence tool to learn users behavior. ഓക്കെ, PBox എന്ന് പറയുന്നത് മെയിൻ ബിസിനസ് എൻവിറോൺമെൻറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, മാനേജ്മെൻറ്റ് ടൂൾ ഫോർ കംപ്ലയിൻറ്റ് സപ്പോർട്ട്, ഫ്രോഡ് പ്രിവെൻഷൻ, ഇൻറ്റഗ്രേഷൻ വിത്ത് ബാങ്ക് സിസ്റ്റം ആൻഡ് അക്കോർഡിംഗ് ടു ബാങ്ക് റിക്വയർമെൻറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് പേയ്മെൻറ്റ്സിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ടിക്കറ്റ് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഏകദേശം ചെയ്തത് കാര്യങ്ങളുമാണ്. ഓക്കെ, ആൻഡ് ഇലക്ട്രോണിക് ടിക്കറ്റ് ഈസ് എ കോൺട്രാക്ട് ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ് ബിറ്റ്വീൻ ദി യൂസർ ആൻഡ് ദി സർവീസ് പ്രൊവൈഡർ. ഓക്കെ, ഏതാണ് ട്രാവൽ എയർലൈൻസോ എന്താ അവരും പിന്നെന്താണ് നമ്മളും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് ഇതിൽ പറയുക, ഡിജിറ്റൽ ഫോർമാറ്റ് ബേസ്ഡ്, ആൻഡ് റെഡ്യൂസസ് ബോത്ത് എക്കണോമിക് കോസ്റ്റ് ആൻഡ് ടൈം ഇൻ മെനി സർവീസ് സച്ച് ആസ് എയർ ട്രാവൽ ഇൻഡസ്ട്രീസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട്. എക്കണോമിക് കോസ്റ്റ്, ഓക്കെ, നമ്മളവിടെ പോയി ചെയ്ത അവിടെ വരെ എത്തി, ദെൻ എന്താണ് അതിനുള്ള ടൈം വേസ്റ്റേജും ഒക്കെ നമുക്ക് ഇതുവഴി ഒഴിവാക്കാൻ പറ്റും. The principal advantage of e-ticketing is the fact that it reduces booking expenses by eliminating the need for printing and mailing paper documents. Another advantage is that it eliminates the possibility of critical documents getting lost in the mail or being sent to wrong address. ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയേണ്ടല്ലോ, നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. How airline e-ticket works. An e-ticket carries the same information as paper ticket. The major difference is an e-ticket is located in an airline's computer database instead of passengers suitcase. Okay, അതായത് പാസഞ്ചേഴ്സിൻ്റെ അടുത്തല്ല ഉണ്ടാവുക, ഇത് എവിടേക്കും കമ്പ്യൂട്ടർ ഡേറ്റാബേസിൽ, എയർലൈൻസിൻ്റെ കമ്പ്യൂട്ടർ ഡേറ്റാബേസിൽ ഉണ്ടായിരിക്കും. This is an electronic record of travelers airline reservation containing information such as ഏത് ടൈം, ഡേറ്റ്, പ്ലേസ്, ഫ്ലൈറ്റ്, എയർപോർട്ട്, സീറ്റ് അസൈൻമെൻറ്റ്, ഏത് ട്രാവൽ ക്ലാസ് ആണ്, ഓക്കെ എന്നൊക്കെ ഉണ്ടായിരിക്കും. അറ്റ് ദി ഗേറ്റ് e-ticket passengers need only show valid photo. അപ്പോൾ അവർക്ക് ഈ ഒരു വാലിഡ് ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് മാത്രം കാണും, such as driving license, to claim their spot on their aircraft. Okay, once the airline confirms the traveler's information, issue a boarding pass that traveler uses to board the plane. Okay, traditional travel companies such as airlines or travel agencies can assist travelers with obtaining e-tickets. മനസ്സിലായല്ലോ? To issue e-ticket, airline must have a database that is integrated with the airline's passenger service system. Okay, that is then connected to all other partners, airlines, airports, ground transportation, travel agencies, for instance, to share real-time information. Okay, അപ്പോൾ എന്താണ് ഈ എയർലൈൻസിൻ്റെ ഡേറ്റാബേസ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കണം പാസഞ്ചർ സർവീസ് സിസ്റ്റമായിട്ട്. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് ദാറ്റ് ഈസ് ദെൻ കണക്റ്റഡ് ടു ഓൾ അതർ പാർട്ട്നേഴ്സ്, എയർലൈൻസോ എയർപോർട്ടോ, ഓക്കെ, എയർലൈൻസ്, എയർപോർട്ട്, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രാവൽ ഏജൻസീസ് ഒക്കെ റിയൽ ടൈം ഇൻഫോർമേഷൻസ് അവർക്ക് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൊബൈൽ പേയ്മെൻറ്റ്സിൽ പറയുന്നത്. ഓക്കെ.